നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഗുജറാത്ത് കലാപത്തിൽ വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട് ഗർഭിണികളുടെ ഭ്രൂണം വലിച്ച് വെളിയിലെടുക്കുന്നതിന് സാക്ഷിയായി സെയ്ദ് മസൂദ് എത്തിപ്പെടുന്നത് ഒരു ജിഹാദി ഗ്രൂപ്പിലാണ്. അവിടുന്ന് സ്റ്റീഫൻ രക്ഷിച്ചെടുക്കുന്ന സെയ്ദ് മസൂദ് അയാളുടെ വലങ്കൈയാണെന്ന്. ഗുജറാത്ത് കലാപത്തിന് ചുക്കാൻ പിടിച്ച വില്ലൻ സെയ്ദിന്റെ ഫാമിലിയെ ചുട്ടുകൊന്നവർ അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി കേരളത്തിലേക്ക് വരുന്നു. ഖുറേഷി എബ്രഹാമിന്റെ ശത്രുവും സെയ്ദിനെ റിക്രൂട്ട് ചെയ്ത ജിഹാദി തലവനും കേരളത്തിലേക്ക്. മയക്കുമരുന്ന്, ഇസ്ലാമിക തീവ്രവാദം, ഹിന്ദു തീവ്രവാദം ഇതിനെയൊക്കെ എതിർക്കാൻ രാജീവ് ജിയുടെ പ്രിയപുത്രരായ രാഹുൽ ജിയും പ്രിയങ്കാജിയും അല്ലല്ലോ രാംദാസ് ജിയുടെ മകൻ ജിതിൻ രാംദാസും പ്രിയദർശിനി ജിയും മാത്രം. കേരളം അങ്ങനെ കത്തുകയാണ്. അവിടെ സെയ്ദ് പഴ കണക്കു തീർക്കാൻ ജിഹാദി കാർഡലിനൊപ്പം പോകുമോ? അഥവാ പോകുന്നതായി അഭിനയിച്ച് ഖുറേഷി എബ്രഹാം ഗ്രൂപ്പിനെ സഹായിക്കുമോ? ഈ ഒരു കഥയാണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിക്കും. ഇത് രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന BJP അനുഭാവി എമ്പുരാന്റെ ട്രെയിലർ റിലീസായപ്പോൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇന്നലെ അദ്ദേഹം ഒരു പോസ്റ്റും കൂടെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇട്ടിരുന്നു. അത് ഇങ്ങനെയാണ്: എമ്പുരാൻ സിനിമ വല്ലാത്തൊരു തരം അവസ്ഥയിലൂടെയാണ് കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്രസക്തമായ ചുവപ്പ് പാർട്ടിക്ക് പകരം പുതിയൊരു കാവി പാർട്ടി കേരളത്തിലേക്ക് വരുന്നു. അതിനു തടയിടാൻ ജിതിൻ രാംദാസ് എന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയും. ഉത്തരേന്ത്യൻ കാവിപ്പട കുങ്കുമക്കുറിയും ഹിന്ദിയുമായി കേരളത്തിന്റെ മതേതര ഭൂമിയിലേക്ക് എത്തുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്രിസ്ത്യാനി കോൺഗ്രസ്സുകാരൻ, സെയ്ദ് എന്ന മുസ്ലിം വലങ്കൈ, ജിതിൻ രാംദാസ് എന്ന അധികാര കുടുംബത്തിലെ പുതുതലമുറ. ഇനി 3 പേരുടെ രാഷ്ട്രീയം ഈ സിനിമയിൽ പ്രതിഫലിച്ചേക്കാം. ഒന്നാമത്തത് മുരളി ഗോപി. കമ്മ്യൂണിസത്തെ തള്ളിക്കളയാൻ എന്നും ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള മുരളി ഗോപി അവരെ എമ്പുരാനിൽ വളരെ ദുർബലരാക്കാനാണ് സാധ്യത. അതേസമയം തന്നെ മുരളി ഗോപി കോൺഷ്യസ്ലി എടുക്കുന്ന ഒരു നിലപാടുണ്ട്: താൻ സംഘപരിവാർ വിരുദ്ധനാണ് എന്ന്. സാക്ഷാൽ ഭരത് ഗോപിയുടെ ഐഡിയോളജിയും കമ്മിറ്റ്മെന്റും സംഘ ഐഡിയോളജി ആണെന്ന് അറിയാത്ത ആളല്ല മുരളി ഗോപി. വളരെ സ്വാഭാവികമായും മുരളി ഗോപിയുടെ സിനിമകളിൽ ശാഖയും മറ്റും കടന്നു വന്നിട്ടുമുണ്ട്. പക്ഷെ താനൊരു സംഘവിരുദ്ധനാണ് എന്ന് തള്ളിക്കളയേണ്ടെന്ന് മുരളി ഗോപിയുടെ ആവശ്യമാണ്. രണ്ടാമത്തത് പൃഥ്വിരാജ്. പൃഥ്വിരാജിന് മാർക്കറ്റ് സെൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിലവിൽ വ്യക്തമല്ല. പക്ഷേ അയാളുടെ ആരാധകരിൽ പലരും BJP അല്ലെങ്കിൽ സംഘ ആശയങ്ങളോട് യോജിപ്പുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷദ്വീപ് ക്യാമ്പയിനും വാര്യംകുന്നൻ സിനിമയും ഒക്കെ മറ്റാർക്കും കൊടുക്കാത്തത്ര പ്രതിഷേധം പൃഥ്വിരാജിന് ഉണ്ടാക്കിക്കൊടുത്തത്. എന്തായാലും ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ നിന്നും പിന്മാറിയതെന്ന് കരുതാം. ആ വിവാദങ്ങളിൽ പൃഥ്വിരാജിന്റെ ഫാൻ ബേസ് ഒന്ന് മാറ്റിയിട്ടുമുണ്ട്. മൂന്നാമത്തത് മോഹൻലാൽ. മോഹൻലാലിന്റെ ഫാൻ ബേസും മമ്മൂട്ടിയുടെ ഫാൻ ബേസും വലിയൊരളവ് അവരുടെ മതക്കാരാണ്. ഇത് അവരുടെ കമന്റുകളിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അതിൽ തന്നെ വലിയൊരളവ് BJP ഫാൻ ബേസ് മോഹൻലാൽ ആരാധകരുമാണ്. ചുരുക്കത്തിൽ സംഘപരിവാറിനെ വില്ലനാക്കുക എന്നത് മുരളി ഗോപിക്ക് ഗുണമേ ചെയ്യൂ, പ്രത്യേകിച്ച് ഇടതിനെ സിനിമയിൽ ഇടിച്ചു കാണിച്ചാൽ. അതേസമയം പൃഥ്വിരാജിനും ഇതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല. നിലവിൽ വളരെ ബാലൻസ് ആയ ഒരു ഫാൻ ബേസ് ആണ് പൃഥ്വിരാജിൻ്റെത്. ആടുജീവിതം പോലുള്ള സിനിമകളും മറ്റും എങ്ങനെ പൃഥ്വിരാജിന്റെ ഫാൻ ബേസിനെ സ്വാധീനിച്ചു എന്ന് കണ്ടറിയണം. ഇനി മോഹൻലാൽ ഏതെങ്കിലും സമയത്ത് പൊളിറ്റിക്കലി അവെയർ ആയോ, ഫാൻ ബേസിനെ സ്വാധീനിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. മിക്കവാറും മുരളി ഗോപിയും പൃഥ്വിരാജും തീരുമാനിക്കുന്ന തീമിൽ തന്നെ മോഹൻലാൽ പോകാനാണ് സാധ്യത. ഈ സാധ്യതയിൽ കാവി പാർട്ടിയെ ന്യൂട്രലായിട്ടെങ്കിലും കാണിക്കുന്നത് പൃഥ്വിരാജിന്റെ ഫാൻ ബേസ് ഇടിക്കാനും മുരളി ഗോപി കൂടുതൽ ഡിഫൻസിലാവാനുമാണ് സാധ്യത. ചുരുക്കത്തിൽ സാമ്പത്തിക വിജയം നേടിയാൽ പോലും മോഹൻലാൽ വിമർശിക്കപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട് സിനിമയിൽ. ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് മുരളി ഗോപി. അമിതമായി ഇതിലൊക്കെ കൈവെക്കാതെ അനാവശ്യമായി ഐഡിയോളജിയെ അനവ്യക്തമാക്കിക്കൊണ്ട് സിനിമ എടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. ഇങ്ങനെ ഈ പോസ്റ്റും അവസാനിക്കുന്നു. ഇത്തരത്തിൽ നിരവധി BJP നേതാക്കളും അനുഭാവികളും എമ്പുരാൻ ബഹിഷ്കരണ നിലപാടെടുത്തേക്കുകയാണ്. അതോടൊപ്പം തന്നെ എമ്പുരാൻ ടിക്കറ്റുകൾ ക്യാൻസൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമയായി തന്നെ കാണണ്ടേ? പക്ഷെ BJPയുടെ നിലപാട് ഇതാണെങ്കിലും അങ്ങനെ നിരവധി രാഷ്ട്രീയ കാര്യങ്ങൾ തുറന്നു കാണിച്ചതിന് എമ്പുരാന്റെ ക്രൂവിന് ആശംസ അറിയിച്ചുകൊണ്ട് CPM നേതാവായ ബിനീഷ് കോടിയേരും മറ്റുള്ളവരും എത്തിയിട്ടുമുണ്ട്. വിശ്വസനീയമായ സോഴ്സിൽ നിന്നറിഞ്ഞത് ചതിച്ചത് പൃഥ്വിരാജാണ്. മുരളി ഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റാണ് മോഹൻലാൽ കണ്ടത്. പിന്നീട് അതിൽ സിനിമാറ്റിക്കായ മാറ്റങ്ങളാണ് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ഏതാണ്ട് 1 വർഷത്തോളം സമയമെടുത്ത് ഇയാൾ സ്ക്രിപ്റ്റിൽ തിരുകിക്കയറ്റങ്ങൾ നടത്തി. ഗോദ്രയൊക്കെ അങ്ങനെയാണ് കയറി വന്നത്. മുമ്പ് പലപ്പോഴും വിശ്വാസത്തിന്റെ പുറത്ത് പല പ്രോജക്റ്റുകളും ചെയ്ത് പണി വാങ്ങിയ ചരിത്രമുള്ള ഒരാളാണ് മോഹൻലാൽ. എമ്പുരാനിലും അതേ അബദ്ധം ലാൽ ആവർത്തിച്ചു. പൃഥ്വിരാജിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു.
45 കൊല്ലത്തെ വിശ്വാസ്യത അങ്ങനെ ലാൽ മൊത്തത്തിൽ കളഞ്ഞു കുളിച്ചു. കേരളത്തിൽ ജിഹാദി അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. അതിനുപയോഗിക്കുന്നത് ഹിന്ദുക്കളെയാണെന്ന് മാത്രം. മയക്കുമരുന്ന് കടത്താൻ പോലും. എന്തായാലും ഇനി എമ്പുരാന്റെ കാര്യം രാഷ്ട്രീയത്തിൽ എങ്ങനെയാണെന്ന് നോക്കിക്കാണണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.